സോ എച്ച് ഐ വി വൈറസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് എന്താണ് RNA വൈറസസ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് RNA വൈറസസ് ആണ്. ആൻഡ് ഇവർക്കൊരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ്. സോ ഇവർ അതുകൊണ്ട് തന്നെ നമ്മൾ റെട്രോ വൈറസ് എന്ന് പറയും. ഇനി ഈ HIV വൈറസിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് റെട്രോവിറിഡേ ഫാമിലിയിലാണ്. സോ റെട്രോവിറിഡേ ഫാമിലിയിൽ വരുന്ന ഒരു റെട്രോ വൈറസാണ് HIV. ഇതിൻ്റെ ഒരു പ്രത്യേകത യുണീക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിൻ്റെ ജോലി എന്ന് പറയുന്നത് RNA നിന്ന് DNA ഉണ്ടാക്കും. അതാണ് ബേസിക്കലി അതിൻ്റെ ജോലി. അപ്പം എന്തിനാ RNA നിന്ന് DNA ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു നമ്മുടെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ റെട്രോവിറിഡേ ഫാമിലിയിൽ ജീനസ് ലെൻറ്റി വൈറസും ഉണ്ട്, ജീനസ് ഡെൽറ്റ റെട്രോ വൈറസും ഉണ്ട്. സോ നമ്മൾ നോക്കുന്നത് ഈ ജീനസ് ലെൻറ്റി വൈറസിൻ്റെ അകത്തുള്ള HIV ആണ്. ഇപ്പം ഡെൽറ്റ റെട്രോ ആണെങ്കിൽ HTLV T സെൽ ലിംഫോട്രോപ്പിക് വൈറസാണ്. പക്ഷെ നമ്മൾ ലെൻറ്റി വൈറസിലെ HIV ആണ് നോക്കുന്നത്. സോ ഇതാണ് ബേസിക്കലി HIV-ൻ്റെ ഒരു എന്താണ് ഇൻട്രൊഡക്ഷൻ. സോ നെക്സ്റ്റ് അടുത്ത് നമ്മൾ സ്ട്രക്ചറിലോട്ട് പോകും. സോ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാം സ്പെറിക്കൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ഷേപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എൻവലപ്പ് ഉണ്ടോ എൻവലപ്പ് ഇല്ലേ എന്നാണ്. എൻവലപ്പ് ഉണ്ട്. എൻവലപ്ഡ് വൈറസാണ് HIV വൈറസ്. സോ എൻവലപ്പിന് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? ലിപ്പിഡ് പാർട്ടും പ്രോട്ടീൻ പാർട്ടും. അതിൽ ലിപ്പിഡ് പാർട്ട് എന്ന് പറയുമ്പം നമ്മുടെ ഹോസ്റ്റ് സെല്ലുണ്ടല്ലോ, ഹോസ്റ്റ് സെൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ സെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പാർട്ടാണ് ലിപ്പിഡ് പാർട്ട്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ. ഇനി അടുത്ത് പ്രോട്ടീൻ പാർട്ടിനെ കുറിച്ച് പറയുമ്പം അതിന് ബേസിക്കലി 2 സംഭവം ഓർക്കണം. GP120 ഉണ്ട്, GP41 ഉണ്ട്. സോ ഈ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് അതുകൊണ്ട് എൻവലപ്പായ സംഭവത്തിൽ ഇതുകൊണ്ട് ഈ നോബ് ലൈക്ക് സംഭവം ഇതാണ് GP120. ഈ നോബ് ലൈക്ക് GP120നെ ഇങ്ങനെ ആങ്കർ ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ഈ പച്ച സംഭവം, ഇതാണ് GP41. സോ നോബ് ലൈക്ക് സ്പൈക്സ് ആയിട്ടതോ ഈ സംഭവമാണ് GP120. ഇതാണ് GP40. ഈ സംഭവത്തിലാണ് നമ്മുടെ ബോഡിയിലുള്ള T സെൽ റിസപ്റ്ററിൻ്റെ അവിടെ പോയിരിക്കുന്നത് ഈ GP120 ആണ്. സോ ഇതാണ് അതിൻ്റെ എൻവലപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ലിപ്പിഡ് പാർട്ടുണ്ട്, പ്രോട്ടീൻ പാർട്ടുണ്ട്, GP120, GP41, നോബ് ലൈക്ക് സ്പൈക്സ് എന്ന് പറയുന്ന 120 ആണ്. ആ ഒരു പെഡിക്കിൾ സംഭവം, ആ ഒരു സംഭവം 41 ആണ്. അടുത്ത് ഇപ്പം നമ്മൾ ബേസിക്കലി ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു. അടുത്തെന്ത് പറഞ്ഞു? നമ്മുടെ എൻവലപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ന്യൂക്ലിയോ ക്യാപ്സിഡ് ആണ്. ന്യൂക്ലിയോ ക്യാപ്സിഡ് ഐക്കോസോഹെഡ്രൽ സിമെട്രി ആണ്. സോ ഇനി നമുക്കിനി അതിൻ്റെ അകത്ത് ബേസിക്കലി 2 സംഭവമാണ് ഉള്ളത്. RNA ഉണ്ട്, വൈറൽ എൻസൈംസും ഉണ്ട്. ഇനി RNA അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 2 ഐഡൻറ്റിക്കൽ കോപ്പീസാണ്, സിംഗിൾ സ്ട്രാൻഡഡ്. അതായത് RNA എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ DNA ആണ്. പൊതുവേ DNA ആണ് എന്ത് ഡബിൾ സ്ട്രാൻഡഡ്. പൊതുവേ എല്ലാ RNAകളും എങ്ങനെയാണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. പോസിറ്റീവ് സെൻസ് ആണ്. ആൻഡ് വന്നിട്ട് ലീനിയർ RNA ആണ്. എന്തൊക്കെയാണ്? 2 ഐഡൻറ്റിക്കൽ കോപ്പീസ് ഉണ്ട്. 2 ഐഡൻറ്റിക്കൽ കോപ്പീസ് ഉണ്ട്. പിന്നെ സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, കണ്ട ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. പിന്നെ ലീനിയർ ആണ്, സിംഗിൾ സ്ട്രാൻഡഡ് ലീനിയർ ആണ്. പിന്നെന്താണ്? പോസിറ്റീവ് സെൻസാണ്. ഓക്കെ. അടുത്തിനി വൈറൽ എൻസൈംസ്. അടുത്ത് നമ്മുടെ ഈ ന്യൂക്ലിയോ ക്യാപ്സിൻ്റെ അകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വൈറൽ എൻസൈംസ് ആണ്. സോ വൈറൽ എൻസൈംസ് എന്ന് പറയുമ്പോൾ തന്നെ HIV-ൻ്റെ വൈറൽ എൻസൈംസ് ഫസ്റ്റ് ഏത് മനസ്സിൽ ഓർമ്മ വരണം? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, അടുത്ത് ഇൻറ്റഗ്രേസ്, പിന്നെ പ്രോട്ടിയേസസ്. ഈ 2 സംഭവങ്ങളും നമ്മുടെ സെല്ലിന് ഇൻഫെക്ഷൻ വരുമ്പോഴും അവിടെ ഒന്ന് ഈ നമ്മുടെ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ഇൻറ്റഗ്രേസ്, പ്രോട്ടീസ്. സോ ബേസിക്കലി 3 വൈറൽ എൻസൈംസ് ആണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും ഇൻറ്റഗ്രേസും പ്രോട്ടീസസും. ഇത് വന്നിട്ട് അപ്പോൾ നമ്മൾ എൻസൈംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ ഷേപ്പ് സ്പെറിക്കലാണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ എൻവലപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ലിപ്പിഡ് പാർട്ടുണ്ട്, പ്രോട്ടീൻ പാർട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടീനിൽ GP120നെ കുറിച്ച് പറഞ്ഞു, 41നെ കുറിച്ച് പറഞ്ഞു. അടുത്ത് നമ്മൾ ന്യൂക്ലിയോ ക്യാപ്സിഡ് ഐക്കോസോഹെഡ്രൽ എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. ജെനറ്റിക് മെറ്റീരിയൽ അതിൻ്റെ RNA വന്നിട്ട്
രണ്ട് സംഭവമുണ്ട്, അത് ലീനിയറാണ്, പിന്നെ നമ്മുടെ പോസിറ്റീവ് സെൻസാണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻസൈംസ്, 3 ഇമ്പോർട്ടൻറ്റ് എൻസൈംസിനെ കുറിച്ച് പറഞ്ഞു. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പറഞ്ഞു, ഇൻറ്റഗ്രേസ് പറഞ്ഞു, പ്രോട്ടിയേസ് പറഞ്ഞു. ഇനി അടുത്ത് ജീൻസും ആൻറ്റിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ ജീൻസ് 3 സ്ട്രക്ചറൽ ജീൻസും 6 റെഗുലേറ്ററി ജീൻസും ആണ് ഉള്ളത്. സോ ഈ ജീൻസ് പിന്നെ എന്ത് ചെയ്യും, സംഭവം നടന്ന് നമ്മുടെ അതായത് വൈറസിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന വൈറസിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ, അതാണ് ഈ ബേസിക്കലി ജീൻസ് എന്ന് പറയുന്നത്. അപ്പം GAG ജീനുണ്ട്, പിന്നെ അതായത് ഗാഗ് ജീൻ, പോൾ ജീൻ, എൻവലപ്പ് ജീൻ. സോ ഈ ലൈക്ക് പേര് കേൾക്കുമ്പം മനസ്സിലാവില്ല. ഇപ്പോൾ പോൾ എന്ന് ആലോചിക്കുമ്പോൾ പോളിമറൈസ് എന്ന് ആലോചിക്കണം. അപ്പം ബേസിക്കലി അതിന് ഇപ്പം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് അങ്ങനത്തെ സംഭവങ്ങൾ അതിനെ കോഡ് ചെയ്യാനാണ് ഈ പോൾ ജീൻ. പിന്നെ എൻവലപ്പ് ജീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻവലപ്പിന് കോഡ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പം അത്രയും ഓർക്കണം. ഇനിയുള്ളത് ഗാഗ് ജീനാണ്. സോ ഗാഗ് എന്ന് പറയുമ്പം അകത്തുള്ള മാട്രിക്സ്, പിന്നെ ഷെല്ല്, കോറ്, അതൊക്കെയാണ് ഗാഗ് ജീൻ കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒന്നേ നോക്കാം. ഗാഗ് ജീൻ എന്തിനാണ് കോഡ് ചെയ്യുന്നത്? കോറ്, ഷെല്ല്. ഇപ്പോൾ P55 എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അതിൽ ഇതൊരു പ്രീകർസർ പ്രോട്ടീനാണ്. പിന്നെ അത് P18, P24, P15 ആവും. 18 കോഡ് ചെയ്യുന്നത് ഷെൽ ആൻറ്റിജൻസ് മാട്രിക്സിനെയാണ്. പിന്നെ കോർ ആൻറ്റിജൻസിനെയാണ് P24ഉം P15ഉം. സോ ബേസിക്കലി ജസ്റ്റ് ഇങ്ങനെ കാണാതെ പഠിക്കുക. അതായത് കോർ, ഷെല്ല്, ഗാഗ് ജീൻ, അതിൽ 18 ഉണ്ട്, 24, 15 ഉണ്ട്. 18 ആണെങ്കിൽ എന്താണ്? ഷെല്ല്, മാട്രിക്സ് ഓർ ഷെല്ല്. 24, 15 ആണെങ്കിൽ കോർ ജീൻ, കോർ ആൻറ്റിജൻ. ഇനി പോൾ ജീൻ എന്ന് പറയുമ്പോൾ തന്നെ പോൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പോളിമറൈസ് ആയിട്ട് ആലോചിക്കുക. പോളിമറൈസ് ആക്ടിവിറ്റി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് തന്നെയാണ്. സോ ബേസിക്കലി എൻസൈംസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, പ്രോട്ടിയേസ്, ഇൻറ്റഗ്രേസ് ഒക്കെ കോഡ് ചെയ്യുന്നത് പോൾ ജീനാണ്. ഓക്കെ. പിന്നെ അടുത്ത് എൻവലപ്പ് ജീൻ. എൻവലപ്പ് ജീൻ എന്ന് പറയുമ്പം അവരെന്താണ്, നമ്മുടെ എൻവലപ്പിലുള്ള രണ്ട് സംഭവം ഉണ്ടല്ലോ, അതായത് GP120യും GP41, ഇവരെ കോഡ് ചെയ്യുന്ന ജീനാണ് എൻവലപ്പ് ജീൻ. പിന്നെയുള്ളത് കുറച്ച് 6 നോൺ സ്ട്രക്ചറൽ ജീനാണ്. അതിൽ തന്നെ 3 എസെൻഷ്യലും 3 ആക്സസറിയുമാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷണൽ, ട്രാൻസ് ആക്ടിവേറ്റർ, നെഗറ്റീവ് ഫാക്ടർ, പിന്നെ REV ജീൻസ്, ഇതൊക്കെ എസെൻഷ്യലും. പിന്നെ VIF, VPR, VPU ഇവരൊക്കെ ആക്സസറി ആയിട്ടുള്ള റെഗുലേറ്ററി ജീൻസാണ്. അതായത് ആ റെപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പം അതിൻ്റെ ഒരു റെഗുലേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ജീൻസ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ജീൻസും ആൻറ്റിജൻസും. സോ ബേസിക്കലി 3 സ്ട്രക്ചറൽ ജീൻസാണ്. ആ 3 സ്ട്രക്ചറൽ ജീൻസ് ഏതൊക്കെയാണ്? GAG, പോൾ, എൻവലപ്പ്. ഇല്ല, GAG ആണ് എന്ത് ചെയ്യുന്നത്, മറ്റേ നമ്മുടെ മാട്രിക്സ്, ഷെല്ല്, കോറൊക്കെ അവിടുത്തെ ആൻറ്റിജൻസിന് ഫുൾ കോഡ് ചെയ്യുന്നത് GAG ആണ്. ഇയാൾ എന്താണ്, എൻസൈംസിന്, നമ്മുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, പ്രോട്ടീസ്, ഇൻറ്റഗ്രേസ്, ഇവരെന്ന് പറയുന്നത് എൻവലപ്പ്. അതായത് നമ്മുടെ GP120, 41 ഇതൊക്കെയാണ് ഇയാൾ. ഓക്കെ.